സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത് എപ്പോഴായിരിക്കും? വലിയൊരു കുറ്റകൃത്യം ചെയ്യുമ്പോഴോ മറ്റോ ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതുമല്ലേ? അതെ, സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. എന്നാൽ വെറുമൊരു മുടിവെട്ടിയതിന്റെ പേരിൽ സ്വന്തം തറവാട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ എന്നേക്കുമായി പുറത്താക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണിത്. അതും ആ വ്യക്തി ഒരു സാധാരണക്കാരനായിരുന്നില്ല എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. അതെ, മദ്രാസിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ സർക്കാർ ജോലിയിലുള്ളൊരു ഉന്നതനായിരുന്നു അദ്ദേഹം. നമ്മൾ ഇന്ന് ഈ ഡീപ് ഡൈവിൽ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനെക്കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞു. തനിക്ക് ലഭിച്ച വലിയ പ്രിവിലേജുകൾ മാറ്റിവെച്ച് 19ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ജീർണിച്ച സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ പോരാടിയ ആ അസാധാരണ ജീവിതരേഖയിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. അപ്പോ ദീർഘമായൊരു ആമുഖമില്ലാതെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കാം, അല്ലേ? തീർച്ചയായും. ശരിക്കും ഒരു സിനിമയെ വെല്ലുന്ന ജീവിതകഥയാണ് അദ്ദേഹത്തിന്റേത്. അദ്ദേഹം ജനിക്കുന്നത് 1861 മാർച്ച് 3-നാണ് ഉത്തര മലബാറിലെ തലശ്ശേരിയിൽ. 1861, 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി. അതെ, കേരളം ജാതിവ്യവസ്ഥയുടെയും അനാചാരങ്ങളുടെയും ഏറ്റവും ഇരുണ്ടൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സമയമാണത്. അവിടെയാണ് തലശ്ശേരിയിലെ ബ്രണ്ണൻ സ്കൂളിലും പിന്നീട് മിഷൻ സ്കൂളിലുമൊക്കെ പഠിച്ച് അദ്ദേഹം വളരുന്നത്. തലശ്ശേരിയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഉപരിപഠനത്തിന് പോയതെങ്ങോട്ടാണ്? അദ്ദേഹം നേരെ മദ്രാസിലേക്ക് പോയി. മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് അലോപ്പതിയിൽ ബിരുദം നേടി ഒരു ഡോക്ടറായിട്ടാണ് അദ്ദേഹം തിരികെ വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ കാലത്ത് മദ്രാസിൽ പോയി ഒരു മെഡിക്കൽ ബിരുദം നേടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വിദേശത്ത് പോയൊരു വലിയ ബിരുദം നേടുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ്. സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ പദവി. സംശയമില്ല. അതിനുശേഷം 1888 അദ്ദേഹത്തിന് സർക്കാർ സർവീസിൽ ഒരു ഡോക്ടറായി ജോലിയും ലഭിച്ചു. 1888 അപ്പം നല്ലൊരു ജോലി, മികച്ച ശമ്പളം. അദ്ദേഹം വിവാഹിതനുമായിരുന്നില്ലേ? അതെ, കൗസല്യ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. നല്ലൊരു കുടുംബവും സുരക്ഷിതമായ ഭാവിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാധാരണ നിലക്ക് ആരും സമൂഹത്തിലെ പ്രശ്നങ്ങളിലൊന്നും തലയിടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന സമയം. പക്ഷെ അദ്ദേഹം അവിടെയാണ് വലിയൊരു കലാപം തുടങ്ങുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ മുടിവെട്ടൽ സംഭവം തന്നെ എടുക്കാം. സ്വന്തം കുടുംബം മുറിച്ചു മാറ്റുക എന്നത് ആ കാലത്ത് എന്തിനാണ് ഇത്ര വലിയൊരു പ്രശ്നമായി മാറിയത്? നമ്മൾ ഇന്നത്തെ കാലത്തെ ഒരു ഹെയർ സ്റ്റൈൽ മാറ്റുന്ന ലാഘവത്തോടെയല്ല ആ സംഭവത്തെ കാണേണ്ടത്. നോക്കൂ, 19ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ കുടുമ എന്നത് വെറുമൊരു കേശാലങ്കാരമായിരുന്നില്ല. പിന്നെയോ? അതൊരു പ്രിവിലേജിന്റെ, അതായത് ഒരു ആളുടെ ജാതിയുടെയും സമുദായത്തിന്റെയും വളരെ ദൃശ്യമായ ഒരു അടയാളമായിരുന്നു. താൻ സമൂഹത്തിന്റെ ഏത് തട്ടിലാണ് നിൽക്കുന്നത് എന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിഹ്നം. അപ്പോ ആ കുടുംബം മുറിച്ചു മാറ്റുക വഴി എനിക്ക് ജാത്യാഭിമാനവും പ്രിവിലേജും ആവശ്യമില്ല എന്നൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. കൃത്യമായി പറഞ്ഞാൽ അതാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും അദ്ദേഹം അത് ചെയ്തു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ആധുനിക വിദ്യാഭ്യാസം എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്കിവിടെ തോന്നുന്ന ഒരു കാര്യം, ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചിന്താരീതി തന്നെ തികച്ചും ശാസ്ത്രീയമായിരുന്നു എന്നാണ്. അതായത്, ഒരു സർജൻ ശരീരത്തിലെ ക്യാൻസർ ബാധിച്ച ഒരു മുഴ കണ്ടാൽ എന്തു ചെയ്യും? വളരെ കൃത്യതയോടെ ഒരു സ്കാൽപ്പൽ ഉപയോഗിച്ച് അത് മുറിച്ചുമാറ്റും. അതെ, ശരീരത്തെ രക്ഷിക്കാൻ അതത്യാവശ്യമാണ്. അതുപോലെ ജാതിവ്യവസ്ഥ എന്ന ആ വലിയ അനാചാരത്തെ സമൂഹത്തിന്റെ ശരീരത്തിൽ പിടിച്ച ഒരു മുഴയായാണ് അദ്ദേഹം കണ്ടത്. ആ കുടുംബം മുറിച്ചു കളഞ്ഞത് ഡോക്ടർ തന്റെ സമൂഹത്തെ ചികിത്സിക്കാൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു എന്നു പറയാം. എന്താ പറയാ, വളരെ മനോഹരവും ആഴവുമുള്ള ഒരു ഉപമയാണത്. അതും 1888 സർക്കാർ ജോലി കിട്ടിയ സമയത്ത്. സ്വന്തം തറവാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നത് സാമ്പത്തികമായും സാമൂഹികമായും ഒരാൾ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. എന്നിട്ടും അദ്ദേഹം ഒട്ടും പിന്നോട്ടു പോയില്ല. എന്നാൽ ഇതിലെന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. സ്വന്തം നാടിന്റെ അനാചാരങ്ങളെ എതിർത്ത അദ്ദേഹം പിന്നീട് പോയി ചേരുന്നത് ബംഗാളിൽ നിന്നുയർന്നുവന്ന ബ്രഹ്മസമാജത്തിലാണ്. അതെ, എനിക്കിവിടെ ഒരു സംശയമുണ്ട്. കേരളത്തിൽ സ്വന്തമായൊരു സംഘടനയുണ്ടാക്കുന്നതിനു പകരം അദ്ദേഹം എന്തിനാണ് ഇത്ര ദൂരെയുള്ള രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്? അവിടെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എന്ന വ്യക്തിയുടെ വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം പ്രാദേശികമായ ഒരു ചെറിയ മാറ്റം മാത്രമല്ല ആഗ്രഹിച്ചത്.
ഇന്ത്യയിലൊട്ടാകെ അന്ന് വലിയ നവോത്ഥാന മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബംഗാളില്. അതെ, രാജാറാം മോഹൻ റോയ് തുടങ്ങിവെച്ച ആ വലിയ മുന്നേറ്റത്തിന്റെ യുക്തിചിന്തകൾ കേരളത്തിലും എത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ അക്കാലത്ത് വളരെ വിപ്ലവകരമായിരുന്നു. അപ്പോൾ കേരളത്തെ ഒരു വലിയ ദേശീയ മുന്നേറ്റവുമായി ബന്ധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്, അല്ലേ? അങ്ങനെ 1898 ജനുവരിയിൽ അദ്ദേഹം കോഴിക്കോട്ട് ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ സ്ഥാപിച്ചു. 1898 ജനുവരിയിൽ. അതെ, അത് കേരള ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മറ്റൊരിടത്തും ശാഖ സ്ഥാപിച്ചില്ലേ? 1924 ആലപ്പുഴയിലും ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിക്കാൻ അദ്ദേഹം സഹകരിച്ചുവെന്ന് ചരിത്രരേഖകളിൽ കാണുന്നുണ്ട്. 1924 ആലപ്പുഴയിൽ. ഈ വിവരങ്ങളൊക്കെ PSC പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. തീർച്ചയായും. നോക്കൂ, കേവലം ഒരു ബ്രാഞ്ച് തുടങ്ങുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ഒരു പുതിയ ആശയത്തെ ഒരു സമൂഹത്തിൽ വേരുറപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമെന്താണ്? ആ ആശയങ്ങളെ ജനങ്ങളുടെ മാതൃഭാഷയിൽ ലഭ്യമാക്കുക എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തു. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്, ബ്രഹ്മധർമ്മ. മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ 1849 രചിച്ച ഈ കൃതി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഒരു നിമിഷം, 1849 ദേവേന്ദ്രനാഥ് ടാഗോർ ബംഗാളിയിൽ എഴുതിയൊരു ദാർശനിക ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. അന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് ഈ വലിയ തത്വചിന്തകളൊക്കെ മനസ്സിലാവുമായിരുന്നോ? ഒറ്റ നോട്ടത്തിൽ അതൊരു വലിയ റിസ്ക്കായി തോന്നാം. പക്ഷേ അതാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി. കേവലം കുറച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല സാമൂഹിക മാറ്റം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതായത് സാധാരണക്കാരിലേക്കും അതെത്തണം. കൃത്യമായി. ബ്രഹ്മധർമ്മയിലെ ആശയങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് സാധാരണക്കാർക്ക് അത് വായിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയാണ്. അവർ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ വിവർത്തനം വെറുമൊരു സാഹിത്യ കൗതുകമായിരുന്നില്ല, അതൊരു വലിയ രാഷ്ട്രീയ ആയുധം കൂടിയായിരുന്നു. അത് വളരെ ശരിയാണ്. അദ്ദേഹം പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിലും പ്രസംഗിക്കുന്നതിലും മാത്രം ഒതുങ്ങി നിന്ന ആളല്ല എന്ന് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ, പ്രായോഗികമായ മാറ്റങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. വിഗ്രഹാരാധനയെ ശക്തമായി എതിർത്തു, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ഇതൊക്കെ വാക്കുകളിൽ പറയുന്നതിനേക്കാൾ അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊടുത്തു. പ്രത്യേകിച്ചും ഈ ഐത്താചരണവും ജാതിവ്യവസ്ഥയും നിർമ്മാർജ്ജനം ചെയ്യാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചരിത്രം പറയുന്നത് കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും അദ്ദേഹം നിരവധി മിശ്രവിവാഹങ്ങൾ നടത്തിവെച്ചു എന്നതാണ്. അതുപോലെ തന്നെ മിശ്രഭോജനത്തെയും അദ്ദേഹം ശക്തമായി പ്രോത്സാഹിപ്പിച്ചു. ഈ മിശ്രഭോജനമെന്ന് പറയുമ്പോൾ പല ജാതിക്കാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ? ഇന്ന് നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെയല്ലല്ലോ അത്. തീർച്ചയായുമല്ല. നമ്മൾ ഇന്ന് 21ാം നൂറ്റാണ്ടിലിരുന്ന് അതിനെ വിലയിരുത്തരുത്. മറ്റൊരു ജാതിയിൽപ്പെട്ടയാളെ ദൂരെ നിന്ന് കണ്ടാൽ പോലും ശുദ്ധി പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അത്. അവിടെയാണ് അദ്ദേഹം പല ജാതിയിൽപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി ഒരേ പന്തിയിൽ ഭക്ഷണം കഴിപ്പിച്ചത്. ശരിക്കും ഇതൊരു ഡോക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ചികിത്സാരീതിയായി കാണാമോ? അതായത് ഒരു നല്ല ഡോക്ടർ രോഗലക്ഷണങ്ങളെ മാത്രമല്ല, രോഗകാരണത്തെ തന്നെ ചികിത്സിക്കുമല്ലോ. ഐത്തമെന്നത് ലക്ഷണവും ജാതി എന്നത് രോഗകാരണവുമാണെങ്കിൽ ആ ജാതിയുടെ വേറെറുക്കാനുള്ള ഏറ്റവും നല്ല മരുന്നായിരുന്നു ഈ മിശ്രവിവാഹവും മിശ്രഭോജനവും. തീർത്തും ശരിയാണ്. പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രം ഐത്തമില്ലാതാകില്ല എന്നദ്ദേഹത്തിന് അറിയാമായിരുന്നു. മനുഷ്യർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവർക്കിടയിലുള്ള ആ അദൃശ്യമായ മതിലുകൾ പൊളിഞ്ഞു വീഴുന്നത്. വളരെ പ്രായോഗികമായ ഒരു ഇടപെടൽ. അതെ. കോഴിക്കോട്ടും പരിസരത്തും അദ്ദേഹം സംഘടിപ്പിച്ച മിശ്രവിവാഹങ്ങൾ തലമുറകളായി തുടർന്നു പോരുന്ന സമൂഹത്തിന്റെ അടിത്തറ പൊളിച്ചെഴുതാനുള്ള വളരെ ധീരമായ ചുവടുവെപ്പായിരുന്നു. സ്വാഭാവികമായും വലിയ എതിർപ്പുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടാകണം. പക്ഷെ അദ്ദേഹം ഒരിഞ്ചുപോയും പിന്നോട്ടു പോയില്ല. ആ ധൈര്യം ശരിക്കും അപാരം തന്നെയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുന്ന നിങ്ങളെ കാത്തിരുന്നത് മറ്റൊരു വലിയ വിവരമാണ്. ഒരു സാമൂഹിക പ്രവർത്തകൻ, ഡോക്ടർ എന്നീ നിലകളിൽ മാത്രമല്ല അദ്ദേഹം ഇടപെടലുകൾ നടത്തിയത്. കലയെയും സാഹിത്യത്തെയും അദ്ദേഹം തന്റെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു. അതെ, അദ്ദേഹം 2 പ്രശസ്തമായ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. സാരഞ്ജിനി പരിണയം, പിന്നെ സുശീലാദുഃഖം. സാരഞ്ജിനി പരിണയവും സുശീലാദുഃഖവും. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇത്രയും തിരക്കുള്ള ഒരു സർക്കാർ ഡോക്ടർ
എങ്ങനെയാണ് നാടകമെഴുതാനും അത് അവതരിപ്പിക്കാനുമൊക്കെ സമയം കണ്ടെത്തുന്നത് എന്നാണ്. അദ്ദേഹം എത്രത്തോളം ഊർജ്ജസ്വലനായിരുന്നു എന്നതിന്റെ തെളിവാണത്. അദ്ദേഹത്തിന് കല എന്നത് വെറുമൊരു വിനോദോപാധിയായിരുന്നില്ല. നാടകങ്ങൾ അക്കാലത്ത് ജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിക്കാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമായിരുന്നു. ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ പോലെയോ സിനിമ പോലെയോ? അതെ, ജനക്കൂട്ടത്തെ വൈകാരികമായി സ്വാധീനിക്കാൻ നാടകങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. സാരഞ്ജിനി പരിണയവും സുശീലാ ദുഃഖവും പോലെയുള്ള നാടകങ്ങളിലൂടെ അദ്ദേഹം സ്ത്രീവിദ്യാഭ്യാസം, ജാതിവിരുദ്ധത തുടങ്ങിയ പുരോഗമന ആശയങ്ങൾ സാധാരണ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നേരിട്ടെത്തിച്ചു. വരണ്ട പ്രസംഗങ്ങളെക്കാൾ വേഗത്തിൽ മനുഷ്യരെ മാറ്റാൻ ഒരു നല്ല കഥയ്ക്ക് സാധിക്കും. അതൊരു കിടിലൻ സ്ട്രാറ്റജിയാണ് കേട്ടോ. ഒരു വശത്ത് ബ്രഹ്മധർമ്മ പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ വിവർത്തനത്തിലൂടെ ബൗദ്ധികമായ ഇടപെടൽ, മറുവശത്ത് നാടകങ്ങളിലൂടെ വൈകാരികമായ ഇടപെടൽ, കൂടെ മിശ്രവിവാഹം പോലെയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളും. ഇതിന്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ഈ നിരന്തര പരിശ്രമങ്ങളെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് ഒരു വലിയ ബഹുമതി നൽകി. റാവു സാഹിബ് എന്ന ബഹുമതിയല്ലേ അത്? കൃത്യം. റാവു സാഹേബ് പട്ടം നൽകി അവരദ്ദേഹത്തെ ആദരിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല. കേവലം ഒരു വിമതനായല്ല ഭരണകൂടം അദ്ദേഹത്തെ കണ്ടത്, സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ ഒരു വലിയ പരിഷ്കർത്താവായിട്ടാണ്. ഭരണകൂടത്തിന് പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണത്. അതെ, ദീനാനുകമ്പയും കൈപുണ്യവുമുള്ള ഒരു ഡോക്ടർ, ഒപ്പം സമൂഹത്തിലെ ജീർണതകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു പോരാളി. ഒടുവിൽ 1948 മെയ് 2 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1948 മെയ് 2. 87 വർഷത്തെ ആ ജീവിതം കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. ഒരു മനുഷ്യന് ഒരേ സമയം ഇത്രയധികം റോളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്നത് എനിക്കിപ്പോഴും അത്ഭുതമാണ്. ശരിയാണ്. 1861 ജനിച്ച ഒരു വ്യക്തി തന്റെ പ്രിവിലേജുകൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് സമൂഹത്തിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. മദ്രാസിൽ പോയി അലോപ്പതി ഡോക്ടറാകുന്നു. സ്വന്തം കുടുംബം മുറിച്ചെറിഞ്ഞ് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഒപ്പം കോഴിക്കോട്ടും ആലപ്പുഴയിലും ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു. അതെ, പിന്നെ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് മാറ്റുന്നു. സാരഞ്ജിനി പരിണയവും സുശീലാ ദുഃഖവും എഴുതുന്നു. മിശ്രവിവാഹങ്ങളിലൂടെയും മിശ്രഭോജനങ്ങളിലൂടെയും കേരളത്തെ നവീകരിക്കുന്നു. അവസാനം ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് റാവു സാഹേബ് പട്ടം നേടുന്നു. ശരിക്കും ഒരു സിനിമാ കഥയേക്കാൾ വലിയ ജീവിതം തന്നെയാണിത്. തീർച്ചയായും. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. അദ്ദേഹം തന്റെ സമൂഹത്തിലെ വിവേചനങ്ങളുടെ പ്രതീകമായിരുന്ന ആ കുടുമ സ്വന്തം തലയിൽ നിന്ന് അറുത്തുമാറ്റിയാണ് തന്റെ വലിയ പോരാട്ടം തുടങ്ങിയത്. അതെ, മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുൻപ് സ്വന്തം ജീവിതത്തിൽ നിന്ന് മാറ്റം തുടങ്ങി. ഈ ചരിത്രമെല്ലാം കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക സമൂഹത്തിൽ നാം ഇന്നും മുറിച്ചുമാറ്റാൻ മടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നാം അറിയാതെ ചുമന്നു നടക്കുന്ന അത്തരം അദൃശ്യമായ കുടുമകൾ എന്തെല്ലാമാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം. ആ അദൃശ്യമായ കുടുംബങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും കേൾക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.